ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എന്റെ കുറച്ച് പഴയ, അതായത് കുറച്ച് ഞാൻ യൂസ് ചെയ്യാതെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്ന എന്റെ ഡ്രസ് കളക്ഷൻ, എന്താ പറയാ, ഒരു ഡ്രസ് കളക്ഷൻ ഒരു വീഡിയോ എന്നൊക്കെ പറയാം. പിന്നെ അതുപോലെ എന്റെ സൈഡിൽ ഒരു ബാഗിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ബാഗിലാണ് എല്ലാ ദിവസവും ഞാൻ മാറ്റി വെച്ചിരുന്നത്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ കാണിച്ചു തരാം. തലക്കില്ലേ, അതുകൊണ്ട് ഭയങ്കര പൊടി. നമുക്കത് തുറക്കാം. സോ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പഴയ ഭണ്ഡാരപ്പെട്ടിയൊക്കെ തുറക്കുന്നതെന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് എനിക്ക് ഡ്രസ്സിന്റെ എന്റെ പെട്ടി തുറക്കുമ്പോഴുള്ള എൻ്റെ ഒരു ഫീൽ. അതെനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്യില്ല എന്നാണ് പറയാം. ഇത് ഒരു പാന്റ് ആണ് ഗൈസ്. ഞാൻ മീഷോന്ന് കോച്ചിട്ട് മേടിച്ചാണ്. ഇതിന്റെ ടോപ്പ് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട്. ലൈവ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇടാറുണ്ട്. പാന്റ് മിനിറ്റ് പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, പോട്ടെ, അത് അവിടെ പോട്ടെ. നെക്സ്റ്റ് വന്നിട്ട് ഇതെടുക്കാം. ഇത് ഞാൻ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വലുതായിട്ട് പുറത്തോട്ട് മുത്തുവരെ ഇട്ടിട്ടില്ല. ഇത് ഞാൻ മറ്റേ നമ്മുടെ സർപ്ലസ് ഇല്ലേ, ബ്രോഡ്വേയിലെ സർപ്ലസിൽ നിന്ന് മേടിച്ച ഒരു ഫുൾ സ്ലീവ് ടോപ്പാണ്. എനിക്ക് എവിടെ പോയാലും ഫുൾ സ്ലീവ് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരൂല. അതെന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ചുമ്മാ ഗൈസ്, ഞാൻ ഭയങ്കര സ്ലിം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ സ്ലീവേ പറ്റുള്ളൂ. അപ്പോഴെന്തോ ഞാൻ മേടിച്ചാണ്. പക്ഷെ ഇതെനിക്ക് ഇടണം എന്നുണ്ട്. ഞാൻ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതായിരിക്കും. ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടോ, എന്നെ അവിടെ കാണാം. അതാണ് ഇതിന്റെ അവസ്ഥ. ഓക്കെ, രണ്ടാമതൊക്കെ ഇത് ഞാൻ വീഡിയോസിൽ മാത്രം ഇട്ടിട്ടുള്ളൂ, പുറത്തിട്ടിട്ടില്ല. കാരണം ഇതെനിക്ക് അത്യാവശ്യം കൈ നല്ല ലെങ്ത് ഉണ്ടാകുന്ന ശേഷമാണ് ഞാനിത് മീഷോയിൽ നിന്ന് മേടിച്ചത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം എന്നെ പറ്റിച്ചു എന്ന് വേണേൽ പറയാം. പിന്നെ എനിക്ക് ഹാഫ് സ്ലീവ് ഒന്നും ഇട്ടിട്ട് പോകാൻ അത്ര കോൺഫിഡൻസ് ഇല്ല പുറത്ത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നല്ല സ്ലിം ആണ്. പിന്നെ എൻ്റെ കയ്യിലൊക്കെ ഹെയർസ് ഉണ്ട്, അതെനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. സോ ഇതാണ് മൂന്നാമത്തത്. നാലാമത്തതും ഒരു കോട്ട് സെറ്റ് ആണ് ഗൈസ്. ഇത് ഞാനുണ്ടല്ലോ ഏതോ ഒരു ആപ്പാണ്, ഞാൻ മീഷോ പോലത്തെ ഒരു ആപ്പാണ്, ആ ആപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇതും ഫുൾ സ്ലീവ് ആണ്. ടോപ്പും പാന്റും കോട്ട് സെറ്റ്. വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യും. ഞാൻ ഇതുവരെ എനിക്ക് ഇത് പെട്ടിയും തുറന്ന് എന്തൊക്കെയാണെന്ന് റീകളക്ട് ചെയ്യാനുള്ള ഒരു മൂഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതും കോട്ട് സെറ്റ് ആണ്. പിന്നെ അടുത്തത് ഗൈസ്, ഇത് ഞാൻ വീഡിയോസിൽ ഏതൊക്കെയൊക്കെയോ ഇട്ടിട്ടുണ്ട്. ഇതിനൊരു പാന്റ് ഉണ്ട്. യെസ് ഗൈസ്, ഇതും ഒരു കോട്ട് സെറ്റ് ആണ്. ഇത് മീഷോ ആണ്, ഫ്രം മീഷോ. ഒരു 1.5 year മുന്നേ എന്തോ ഞാൻ മേടിച്ചതാ. 2 years ആയിരുന്നു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അറിയില്ല. ഇതാ, ഇതും ഒരു കോട്ട് സെറ്റ് ആണ്. അടുത്തത് ചില്ലി റെഡ് കളർ ഒരു ഷോളാണ്. ഇത് പഴയതാണ്. ഇത് പഴയ ഒരു 4-5-6 വർഷം പഴക്കമുള്ള ഒരു ഷോളാണ്. ഇത് അന്നൊന്നും എന്റെ ബാഗിൽ കിടപ്പുണ്ട്. അത് എന്തിനാന്നുള്ളത് എനിക്ക് അറിയില്ല, അതോടെ പോട്ടെ. പിന്നെ ഒരു ബ്ലാക്ക് ഷോളാണ്. ഞാൻ മറ്റേ ടേബൻ ഒക്കെ നമ്മൾ കേട്ടില്ലേ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, ആ സാധനമാണ്. ഞാനൊന്ന് ഒരു ഹിജാബ് ലുക്ക് റീക്രിയേറ്റ് ചെയ്താലൊന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഒരു ഹിജാബ് ഇട്ടിട്ട്, ഹിജാബും മറ്റേ അബായൊക്കെ ഇട്ടിട്ട് ഗെറ്റ് റെഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഇത് ഞാൻ മിന്ത്രനാണോ? ഞാൻ ഫസ്റ്റ് ടൈം മിന്ത്രയിൽ നിന്ന് മേടിക്കുന്ന ഡ്രസ്സാണ് ഇത്. എൻ്റെ അടുത്ത് ഞാനുണ്ടല്ലോ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു നമ്പർ ആയിരുന്നു. ആ നമ്പറിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നിങ്ങൾ ലിങ്ക് ഒന്നും എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ ആരും ചോദിക്കില്ല, എനിക്കറിയാം. ചോദിച്ചാൽ എനിക്ക് തരാൻ ലിങ്കില്ല, സോറി ഗൈസ്. സസാഫ്രസോ പ്ലസ് കളക്ഷൻസ്, സസാഫ്ര സെക്ഷനിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. കുറേ വട്ടം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടോപ്പാണ്. ഇത് ഞാൻ ഇതിനകത്ത് തന്നെ, കാരണം ഇത് ഞാൻ അത് ഇടാറില്ല. ഇത് ഞാൻ 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോഴും ലൈവിൽ വന്നപ്പോഴെന്തോ ഞാൻ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ്. ഇതിന് പുറക് കരിഞ്ഞു പോയി തേപ്പ് പൊട്ടിച്ച്. ഞാനിത് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കും അടുത്തത്. ഞാൻ പുറത്ത് ഒരു വട്ടം പോലും ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ ഏതൊക്കെയോ ഫോട്ടോസിൽ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചധികം ട്രാൻസ്പെറന്റ് ആണ്, കുറച്ച് ട്രാൻസ്പെറന്റ്. ഓക്കെ, സോ അടുത്തതൊരു വെള്ളി കാണാം. പക്ഷെ ഇതിനൊരു ഡ്രസ്സാണ്. ഇതെന്റെ ബർത്ത്ഡേക്ക്, അതായത് എന്റെ 19th ബർത്ത്ഡേക്ക് എന്റെ മമ്മി എനിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചു തന്നതാണ്.
ആ സമയം കഴിഞ്ഞ് ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ പറയട്ടെ ഗൈസ്, ഇതൊക്കെ ഒന്നും പറ്റിയിട്ടില്ല, നന്നായി തന്നെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് വണ്ണം വെക്കുമ്പോൾ ഇതെന്തായാലും എനിക്ക് മാച്ച് ആവില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ മൈ സിസ്റ്റർ. ഇതിന് കെട്ടൊക്കെ ഉണ്ട്, കെട്ട് നമുക്ക് കെട്ടി വെക്കാം. സെറ്റൊക്കെ ക്ഷമിക്കാ ഗൈസ്, പണി തന്നു. പിന്നെതാ ഇതും ഭയങ്കര നോയിസ് അല്ലേ, നിങ്ങക്ക് കേൾക്കാമോ എന്നെ? സോറി ഗൈസ്. ഇതും സോറി, ഇത് എവിടെ നിന്ന് മേടിച്ചെന്നറിയോ? ഇതും നമ്മുടെ മറ്റേ ഇവിടെ നിന്ന് തന്നെ ബ്രോഡ്വേ സർപ്ലസ് ഇല്ലേ, അവിടെ നിന്ന് മേടിച്ചതാണ്. എന്താ ഉള്ളത്? പിന്നെ ഒരു പഴയ ഒരു ലെഗിൻസ് ആണ്, അത് പോയി, ആകെ പോയിരിക്കണം. ഡോർ ഓർമ്മ. പിന്നെ ഇത് ഞാൻ വിശാൽ മാർട്ടിൽ ഒരു വട്ടം എന്തോ മേടിച്ചൊരു ഡ്രസ്സാണ്. 1-2 വട്ടം ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലൊരു മിനി ഡ്രസ്സാണ്. പിന്നെ അടുത്തത് ഇത് ഇറ്റ്സ് ഫ്രം മീഷോ ആണെന്ന് തോന്നുന്നു, എനിക്ക് മീഷോ ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ഇത് കുറേ നാളായി. ഇത് ഞാൻ വീഡിയോസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഞാൻ ഓടിയിരുന്നല്ല, ഇത് ഞാൻ വീഡിയോസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്വെറ്റ് ഷർട്ടാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് കുറെ നാളായി. ഇതിന്റെ ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ട്. ഒരു ടൈമിൽ ഇങ്ങനത്തെ ഡ്രസ്സ്, ഈ ഒരു കളറൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഞാൻ എന്തോ കളർ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറില്. പക്ഷെ ഇപ്പം ഒരു ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഇത് ഞാൻ മീഷോന്ന് മേടിച്ചാണ്. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മറ്റേ ബ്രൗൺ ട്രാക്ക് പാന്റ് ഞാനൊന്ന് പബ്ലിക് ആയിട്ട് ഒരു സ്ഥലത്ത് കയറി ഇരുന്ന് ചാടി ഇറങ്ങിയപ്പോ അത് കീറിപ്പോയി. പിന്നെ എന്റെ ഒരു മറ്റേ റോംബർ പോലത്തെ ഡ്രസ്സ് ഉണ്ട്, അതിന്റെ വള്ളിയാണ്. ആ ഡ്രസ്സ് എവിടെയോ ഇരിക്കാന്ന് എനിക്കറിയില്ല. പിന്നെതാ ഇതൊക്കെ ആകെ പോയി. ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ഒരു സ്വെറ്റ് ഷർട്ടാണ്. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം. എനിക്ക് ഒരിടക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറായിരുന്നു. ഇപ്പോഴും എനിക്ക് ഈ ഒരു കളറിൽ റിപ്പീറ്റ് രണ്ട് സ്വെറ്റ് ഷർട്ട്സും കൂടെ ഉണ്ട്. ഡ്രസ്സൊക്കെ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചു, പക്ഷെ ഇതൊന്നും ഞാൻ ഓർക്കാറില്ല ഇപ്പൊ. പിന്നെ ഇതൊരു റോംബറാണ്. ഇതെന്റെ മദറിന്റെ സിസ്റ്റർ. ആള് പണ്ട്, അതായത് ഡെലിവറിക്കൊക്കെ മുന്നേ ബഹ്റൈനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നെ ആള് വണ്ണം വെച്ച് പ്രഗ്നന്റ് ആയി. ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പം ഇത് ആൾക്ക് പാകമായില്ല. സോ ഇതെന്റെ മമ്മിക്ക് കൊടുത്തു. ഞാൻ മമ്മി എടുത്ത് നടിച്ചു മാറ്റിക്കൊണ്ട് വന്നതായിരുന്നു. പിന്നെ എന്റെ സിസ്റ്ററിന്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഇട്ടായിരുന്നു. വേറെ നോക്ക് ഗൈസ്, ഈ ഷർട്ട് നോക്ക്. ഇതൊക്കെ ഇട്ട് ഞാൻ എന്തായാലും വീഡിയോസിൽ വന്നതായിരിക്കും. ഇനി അങ്ങോട്ട് വീഡിയോയുടെ പെരുമഴ പെയ്യട്ടെ. ഇതൊക്കെ ഇപ്പൊ തിരിഞ്ഞു പോലും ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്കതൊക്കെ എന്റെ ക്ലാസ്സിൽ ഇട്ടുകൊണ്ട് പോവാനും ഞാൻ എന്തുകൊണ്ട് ഇതൊന്നും ഇടുന്നില്ല. ഞാൻ എന്തുകൊണ്ട് നിന്നെ മറന്നുപോയി അറിയില്ല. നമുക്കിതൊന്ന് പൊടി തട്ടി എടുക്കണം. ഇനി തീർന്നു. പിന്നെ ഒരു ബ്ലൂ ഷോൾ ഉണ്ട്. ഷോൾ ഞാൻ യൂസ് പോലും ചെയ്യാറില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് ആലപ്പുഴയ്ക്ക് തട്ടണം എന്ന്, പക്ഷെ തട്ടാൻ ഇത് ഓർത്തിട്ടില്ല. പിന്നെ ഒരു ന്യൂട്രലാടെ സ്വെറ്റ് ഷർട്ട് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. നല്ല സെറ്റ് ഷർട്ടല്ലേ? എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഇടയ്ക്ക് ഇതിന്റെ ഭ്രാന്തായിരുന്നു. പോയി ഇങ്ങനത്തെ ഇടുന്ന ഭ്രാന്തായിരുന്നു എനിക്ക്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഇടുന്ന. പക്ഷെ ഇപ്പൊ ഞാനത് തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ പിന്നെ ഒരു സ്വെറ്റ് ഷർട്ട് ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ആയിരുന്നു. പിന്നെ ഇതും എന്റെ ഒരു ഫ്രണ്ടിന്റെയാണ്. അവളുടെ അടുത്തുനിന്ന് ഞാനൊന്നും ഇട്ടുണ്ട് വന്നിട്ട് പിന്നെ ഞാനത് ഓർത്തയില്ല. ആകെ പോയി എന്ന് പറഞ്ഞാൽ ആകെ ചീത്തയായി. ഇതൊക്കെ സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ നല്ലോണം ചീത്തയാവും. പിന്നെ ഗൈസ് നോക്ക്,
ഇത് മറ്റേ ഹൈനെക്ക് ഡ്രസ്സില്ല, ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതൊന്നും ഞാൻ അധികം യൂസ് പോലും ചെയ്തിട്ടില്ല. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണിത്. ഇതൊക്കെ വാഷ് ചെയ്യാനുണ്ട്, നമുക്ക് കുറച്ചധികം പണിയുണ്ട്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ദ ബാഗ് എൻ്റെ കാര്യമായി. എൻ്റെ ബാഗല്ല, RTO ബാഗാണ്. സോ ഇത് ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ എൻ്റെ എന്താ പറയാ റീകളക്റ്റിംഗ് മൈ ഓൾഡ് ഡ്രസ്സസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ.